نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين الرؤوف الرحيم ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ സൃഷ്ടാവായ രക്ഷിതാവായ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഭയപ്പെട്ടും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചും സൂക്ഷിച്ചും തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണം, ശ്രദ്ധിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതകൾ, പ്രത്യേകതകളെ സംബന്ധിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാനും ആഴ്ചകളായിട്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹ് പറഞ്ഞാൽ തീരാത്ത മദ്ഹുകളാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനുള്ളത്. അതിൽ ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ശ്രദ്ധേയമായി കാണാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അത് അള്ളാഹുവിൻ്റെ റസൂല് കാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞതും കാരുണ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചതും ജീവിതത്തിൽ കാരുണ്യമെന്ന വികാരം പ്രായോഗികമായി പ്രകടിപ്പിച്ചതും കാണിച്ചതുമായ കാര്യമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ്, റസൂലുർ റഹ്മ എന്ന് പറയും. കാരുണ്യം അതൊരു വികാരമാണ്, ഒരു മാനസികാവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. അള്ളാഹു കാരുണ്യവാനാണ്. അള്ളാഹുവിന് 99 വിശേഷണങ്ങളുണ്ട്. അസ്മാഉൽ ഹുസ്ന നമുക്കറിയാം. അള്ളാഹു എന്നത് പ്രധാന നാമം. ആ നാമത്തിൻ്റെ വിശേഷണങ്ങളായിട്ട്, ഉപനാമങ്ങളായിട്ട് 99 പേരുകളുണ്ട്. അതിലേറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള പേര് റഹ്മാൻ എന്നാണ്, പിന്നെ റഹീം എന്നാണ്. ഇത് രണ്ടും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം കാരുണ്യവാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ ഇങ്ങനെയാണ്: അള്ളാഹു കാരുണ്യമെന്ന വികാരം പടച്ചിട്ട്, ഉണ്ടാക്കിയിട്ട് അതിനെ 100 പകുത്തു. എന്നിട്ട് അതിലൊരു ഓഹരി 100-1 ഭൂമിയിലേക്ക് നൽകി, സകല ജന്തുജീവജാലങ്ങൾക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു തള്ളമൃഗം അതിൻ്റെ കാലിൻ്റെ അടിയിൽ അതിൻ്റെ കുഞ്ഞെത്തുമ്പോൾ ആ കാല് പൊക്കിപ്പിടിച്ച് അതിൻ്റെ കുളമ്പ് അതിൻ്റെ ശരീരത്തിൽ തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന അത് ആ കുഞ്ഞിനോടുള്ള ആ അമ്മയുടെ തള്ളയുടെ കാരുണ്യമാണ്. ഈ കാരുണ്യമുണ്ടല്ലോ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല
കാരുണ്യമെന്ന വികാരത്തെ പടച്ചിട്ട് അത് 100ആയി വിഭജിച്ചിട്ട് അതിൽ നിന്ന് ഒരു ഭാഗം ഭൂമിയിലേക്ക് സകലമാന ജന്തുജീവജാലങ്ങൾക്കും വേണ്ടി വീതിച്ചു കൊടുത്തപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ഒരു ചെറിയ അംശം കിട്ടിയ ആ തള്ളമൃഗമാണ് അതിൻ്റെ കുഞ്ഞിനോട് ആ കാരുണ്യം കാണിക്കുന്നതെന്ന്. എന്നിട്ട് പറഞ്ഞു അതിൻ്റെ ബാക്കി 99 എവിടെയാണ്? അത് മുഴുവനും അള്ളാഹു സ്വന്തമായി എടുത്തു. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം കാരുണ്യവാനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? കാരുണ്യത്തിൻ്റെ 99 ഭാഗം എടുത്ത്. അതാണ് റഹ്മാൻ, അതാണ് റഹീം. ആ അള്ളാഹിൻ്റെ കാരുണ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ പറയല്ലേ, എന്തൊക്കെ തോന്നിയാസങ്ങൾ കാണിച്ചിട്ട്, എന്തൊക്കെ തെമ്മാടിത്തങ്ങൾ കാണിച്ചിട്ട്, വൃത്തികേടുകൾ മുഴുവൻ കാണിച്ചിട്ട്, മനുഷ്യർക്കും സമൂഹത്തിനും മുഴുവൻ ഉപദ്രവം ഉണ്ടാക്കിയിട്ട് പിന്നെയും ആളിങ്ങനെ നിലനിൽക്കും, ജീവിച്ചൊക്കെ പോകും. നമ്മൾ പറയല്ലേ, എന്ത് പടച്ചോൻ്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ കാരുണ്യമാണ്. നമ്മുടെ ജീവിതം മുഴുവൻ റഹ്മത്തി വസിഅത്തു കുല്ല ഷൈഇൻ, ഖുർആനിൽ വേറൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാറ്റിനെയും എൻ്റെ കാരുണ്യം പൊതിഞ്ഞു നിൽക്കുന്നു എന്നാണ്, ചൂഴ്ന്നു നിൽക്കുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ പറയാത്ത ദിവസമുണ്ടോ? ചൊല്ലാത്ത സന്ദർഭങ്ങളുണ്ടോ? ഒരു വിശ്വാസിയുടെ ഏതൊരു കർമ്മവും ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ബിസ്മി ചൊല്ലി തുടങ്ങാൻ പറ്റാത്ത ഒരു കർമ്മം വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. ചില ആളുകൾ തമാശ പറയും, ഇത് ബിസ്മി ചൊല്ലി ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ബിസ്മി ചൊല്ലി ചെയ്യാൻ പറ്റുന്നതേ നമ്മൾ ചെയ്യാവൂ. ബിസ്മി ചൊല്ലിയിട്ട് ചെയ്യാൻ പറ്റുന്ന അമലുകളും പ്രവർത്തനങ്ങളും കർമ്മങ്ങളും കച്ചവടവും കൃഷിയും ഏർപ്പാടും ജോലിയും പരിപാടിയെ നമുക്കുണ്ടാകാൻ പാടുള്ളൂ. ഇതിൽ ബിസ്മി വേണോ വേണ്ടേ എന്ന് സംശയം തോന്നുന്നുവെങ്കിൽ അത് കുഴപ്പം പിടിച്ച സംഗതിയാണെന്ന് അതിൻ്റെ അർത്ഥം. നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വീട്ടിൽ കയറുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ, സകല സന്ദർഭങ്ങളിലും റഹ്മാനും റഹീമുമായ നാഥൻ്റെ, കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിലാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഇതാണ് അള്ളാഹിൻ്റെ ഏറ്റവും കൂടുതൽ വലിയ വിശേഷം അല്ലേ? കാരുണ്യത്തിൻ്റെ 99 ഭാഗവും സ്വന്തമാക്കി വച്ചിരിക്കാം. അപ്പം അങ്ങനെ 99 ഭാഗവും സ്വന്തമാക്കി കാരുണ്യമെന്ന വികാരത്തെ എടുത്തിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം, ആ റബ്ബിൻ്റെ കാരുണ്യം നിങ്ങൾ തേടുന്നുവോ, നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, നിങ്ങൾ ചെയ്യേണ്ടത് എന്ത്? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളോട് പറയുന്നത്. അതാണ് ഏറ്റവും പ്രസിദ്ധമായ ഹദീസ്, ഇർഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ, ഇർഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കുക, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും. ആകാശത്തുള്ളവൻ എന്ന് പറഞ്ഞാൽ നമ്മിൽ നിന്ന് ഉപരിയായിട്ട് നിൽക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല. ആ റബ്ബിന്റെ കാരുണ്യം നമ്മളെപ്പോഴും തേടുകയാണ്. നമ്മളെപ്പോഴും പറയില്ല റബ്ബി ഗ്ഫിർലി വർഹംനി, നമസ്കാരത്തിലൊക്കെ നമ്മൾ പറയില്ലേ, പടച്ചവനെ എനിക്ക് പുറത്തു തരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താണോ, എന്നോട് കരുണ കാണിക്കണം എന്നാണ്. അപ്പം അള്ളാഹുവിൻ്റെ കരുണയും അള്ളാഹുവിൻ്റെ കാരുണ്യവും നമ്മളിങ്ങനെ തേടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് കിട്ടാനുള്ള മാർഗം എന്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഇർഹമു മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കണം, അവരോട് കരുണ കാണിക്കണം. ആരൊക്കെയാണ് കരുണ അർഹിക്കുന്നത്? ആരൊക്കെയാണ് കാരുണ്യം അർഹിക്കുന്നത്? ആ കാരുണ്യം അർഹിക്കുന്നവർക്ക് നമ്മളത് കൊടുക്കാൻ കഴിവുള്ളവരാണെങ്കിൽ നമുക്ക് കരുണ കാണിക്കാനും കാരുണ്യം കാണിക്കാനും അവരോട് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അത് കൊടുക്കാതെ റബ്ബിൻ്റെ കാരുണ്യം നമുക്ക് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യൻ വിഷമിച്ചിരിക്കുക, ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട്, അയാളോടൊരു ഇത്തിരി കരുണ കാണിക്കണം, അയാളോടൊരു കാരുണ്യം കാണിക്കണം. ഇല്ല, അതില്ല. റബ്ബ് എനിക്ക് തരണം, ഞാൻ ആർക്കും കൊടുക്കില്ല. റബ്ബിൻ്റെ കാരുണ്യം എനിക്ക് വേണം, പക്ഷെ എൻ്റെ കാരുണ്യം ആർക്കുമില്ല, ഒരാൾക്കുമില്ല, ഒന്നിനും ഞാനില്ല, ഒരു സഹായത്തിനുമില്ല, ഒരു താങ്ങുമില്ല, ഒരു സഹായമില്ല, ഒരു ഒന്നുമില്ല. ഞാൻ എൻ്റെ കാര്യം ഞാൻ ഭയങ്കര അങ്ങനെ. എന്നിട്ടോ റബ്ബി ഗ്ഫിർലി വർഹംനി, റബ്ബി ഗ്ഫിർലി വർഹംനി, പടച്ചോനെ പുറത്തേരണേ, കരുണ കാണിക്കണേ, കാരുണ്യം തരണേ. കാരണം അള്ളാഹ് കാരുണ്യം തരിക എപ്പോഴാണെന്നറിയോ? നമ്മുടെ കാരുണ്യം നമ്മൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ കാരുണ്യം ഇങ്ങനെ വഴിഞ്ഞൊഴുകുക. അത് നമുക്ക് മനസ്സിലാവില്ലേ ഏതൊക്കെ സന്ദർഭത്തിലാണത്? പലപ്പോഴും പല വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വരും, പല സന്ദർഭങ്ങൾ വരും. നമ്മൾ സാക്ഷിയാകേണ്ടുന്ന, നമ്മൾ അനുഭവിക്കുന്ന, നമുക്ക് ചുറ്റുപാടും ജീവിക്കുന്ന മനുഷ്യർ. അപ്പോൾ മനുഷ്യരിൽ ഒരു മനുഷ്യൻ, ഒരാളൊരു പ്രയാസത്തിലാണെങ്കിൽ ആ പ്രയാസത്തിൽ അയാളങ്ങോട്ട് കഷ്ടപ്പെടുക, അയാളങ്ങനെ കഷ്ടപ്പെട്ട് ഉരുകി തീർന്ന്
ദുരിതം പേറി ആ മനുഷ്യൻ അങ്ങനെ ജീവിക്കുക. അപ്പുറം നമ്മൾ സെറ്റപ്പിലും ജീവിക്കുക, അല്ലെങ്കിൽ നമ്മളെ സംഗതിയായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുക, അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ മാനസികാവസ്ഥ എന്താണെന്നറിയോ? ഇത് ഷുഹുൻ നഫ്സ് എന്നാണ് ഖുർആനിൽ ഇത് പറഞ്ഞിട്ടുള്ളത്. മനസ്സിൻ്റെ ലുബ്ദ്, മനസ്സിൻ്റെ പിശുക്ക്, അല്ലേ, മനസ്സിൻ്റെ കുടുസ്. അപ്പോൾ ഈ കുടുസ് മനസ്സുള്ളപ്പോൾ നമുക്ക് കാരുണ്യം കൊടുക്കാൻ പറ്റില്ല, ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരാളെയും സഹായിക്കാൻ പറ്റില്ല, ഒരാളോടും അലിവും കനിവും നമുക്ക് തോന്നൂല. അഥവാ തോന്നിയാലുള്ള കുഴപ്പം എന്താണെന്നറിയാം? നമുക്ക് നഷ്ടം വരും. ഈ പരിപാടി ഉണ്ടല്ലോ, നഷ്ടം വരാൻ ആളുകൾ സലാം പറഞ്ഞാൽ പോലും ആൾക്കാർക്ക് സംശയം. ഒരു വീട്ടിലേക്ക് വെറുതെ ഒന്ന് കയറി ചെന്നിട്ടേ കണ്ടൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. കയറി ചെല്ലുന്നതിന് മുമ്പേ ചോദിച്ചു, പിരിവാണോ? പിരിവല്ല, വെറുതെ നിങ്ങളെ കണ്ടൊന്ന് സലാം പറയാൻ വന്നിക്കാം. പിരിവാണെങ്കിൽ പേടിച്ചു. ഇത് പിരിവ് ആര്? നമ്മൾ അല്ലെങ്കിൽ അള്ളാൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരോ പള്ളിയോ മദ്രസയോ സ്ഥാപനങ്ങൾ അവരെ വീട്ടിൽ റേഷൻ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പിരിവിനൊന്നല്ല ഈ പോണത്. ഇയാൾക്കും കൂടി ചുമതലയുള്ള പൊതുകാര്യത്തിന് ഇയാളുടെ കൂടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ സലാം പറയാൻ വെറുതെ കയറി ചെന്നപ്പോൾ പിരിവാണോ എന്ന് കയറി അവിടേക്ക് എത്തുന്നതിന് മുമ്പ് എന്താ വെച്ചാൽ പിരിവാണെങ്കിൽ കയ്യിൽ നിന്ന് പോകും. ചിലപ്പോൾ ആ പിരിവ് എന്തിനായിരിക്കും? ഒരു ദീനി സംരംഭത്തിനായിരിക്കും, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഒരു രോഗിയെ ആശ്വസിപ്പിക്കാനായിരിക്കും, അല്ലെങ്കിൽ വേറെ ദുരിതം പേറുന്നൊരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കുക, എന്തെങ്കിലും ഒരു അലിവിൻ്റെ ഒരു പരിപാടിയായിട്ടിരിക്കും ഈ പിരിവ് എന്ന് പറഞ്ഞു. അപ്പോൾ പിരിവുകാരെന്ന് പറഞ്ഞിട്ട് അങ്ങനെ, അല്ലേ? അപ്പോൾ അവിടേക്ക് പ്രവർത്തിക്കുന്ന ഒരു മനസ്സെന്താണെന്നറിയോ? എൻ്റെ കാരുണ്യം ഞാൻ ഒരാൾക്കും കൊടുക്കൂല, അള്ളാൻ്റെ കാരുണ്യം എനിക്ക് കിട്ടണം, ഞാൻ ആർക്കും കൊടുക്കൂല. അങ്ങനെയല്ല. ഇർഹമു മൻഫിൽ അർള് ഇർഹമുക്കും മൻഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല. അത് മനുഷ്യരോട്, എല്ലാ മനുഷ്യരോടും, അല്ലേ? അതിൽ പ്രത്യേകം പരിഗണിക്കേണ്ടുന്ന ചിലരുണ്ട്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഏറെ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കണം, കുട്ടികളോട് കരുണ കാണിക്കണം. അഹിബ്ബുസ് സിബിയാന വർഹമൂഹും. കുട്ടികളെ സ്നേഹിക്കണം, അവരോട് കാരുണ്യം കാണിക്കണം. കാരണം അവർ സ്നേഹവും കരുണയും അർഹിക്കുന്ന ഒരു വിഭാഗമാണ് കുട്ടികൾ. അവരെ ശിക്ഷിക്കുക, അവരെ പീഡിപ്പിക്കുക, അവരെ ഉപദ്രവിക്കുക, മാനസികമായിട്ട് തളർത്ത കുഞ്ഞു മനസ്സുകളല്ലേ, അവരെ തളർത്ത ഇല്ല. അങ്ങനത്തെ പരിപാടി വേണ്ട, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കുഞ്ഞുങ്ങളോട് പരിഗണിക്കാനാണ്, കുഞ്ഞുങ്ങളോട് കാരുണ്യം കാണിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി. അവരെ സ്നേഹിക്കാൻ, എന്നിട്ട് അവരോടൊപ്പമായിരിക്കാൻ. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളോടൊപ്പം കുട്ടികളെപ്പോലെ ആവുക എന്നൊക്കെ പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഏതൊക്കെ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് പല വിഭാഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും, പല മേഖലയിലായിട്ട്. അപ്പം അവിടങ്ങളിലൊക്കെ നമ്മുടെ കാരുണ്യത്തിൻ്റെ, കരുണയുടെ, അലിവിൻ്റെ, കനിവിൻ്റെ ഒരു കൈ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പങ്ക് അവരിലേക്ക് ഇങ്ങനെ എത്തണം. അതാ ഇർഹമു മൻ ഫിൽ അർദ് ഇർഹമുക്കും മൻ ഫിസ് സമാ എന്ന് പറഞ്ഞാൽ. പിന്നെ മനുഷ്യരോട് മാത്രമല്ല, പച്ചക്കരളുള്ള എല്ലാറ്റിനോടും കരുണ, എല്ലാറ്റിനോടും കാരുണ്യം, എല്ലാറ്റിനോടും അലിവും കനിവും. അതൊരു വികാരമാണല്ലോ. ആ ഒരു വികാരവുമായിട്ട് നിങ്ങൾ ജീവിക്കണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി നമ്മളെ പഠിപ്പിക്കുക. ഇപ്പോൾ മനുഷ്യനോട് മാത്രമല്ല, പ്രസിദ്ധമായ ഹദീസുകൾ നമ്മൾ പലതവണ കേട്ടിട്ടുള്ള 2-3 സംഗതികളിൽ ഒന്ന് ഒരു ഒട്ടകത്തിൻ്റെ കഥയാണ്. ഒരു ഒട്ടകം, ഒരു മെലിഞ്ഞൊട്ടിയ ഒട്ടകത്തെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഇതിനെ കണ്ടപ്പോൾ സങ്കടം വന്നു. എന്നല്ല ഹദീസിലൊക്കെ തിർമിദി ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറയുന്നുണ്ട്, ഈ ഒട്ടകം എന്നോട് പരാതി പറഞ്ഞു. ഒട്ടകം പരാതി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ആരുടേതാണ് ഈ ഒട്ടകം എന്ന്? അപ്പോൾ പറഞ്ഞത് ഇന്നയാളുടേതാണ്. അയാളെ ഒന്ന് വിളിക്കൂ. അയാളെ വിളിച്ചു കൊണ്ടുവന്നു. ഇത് നിങ്ങളുടെ ഒട്ടകമാണോ? അതെ. പക്ഷെ ഇതെന്താ ഇങ്ങനെ? അപ്പം അതിനിപ്പോൾ തീറ്റ ഒന്നും കൊടുക്കാറില്ല, അതിനെ പരിഗണിക്കാറില്ല. അതെന്താ അങ്ങനെ? അതിനിപ്പോൾ ഭാരം വഹിക്കാനോ ജോലി ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. പിന്നെ അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിക്കുന്നുണ്ട്, ആയ കാലത്ത്, ഇതിന് പറ്റിയ കാലത്ത് ഇതിനെ കൊണ്ട് പരമാവധി പണിയെടുപ്പിച്ചിട്ട് ഈ സന്ദർഭത്തിൽ, അതിന് വയ്യാത്ത സന്ദർഭത്തിൽ നിങ്ങൾ അതിനെ വിട്. അള്ളാഹുവിൻ്റെ ഈ ജീവിയുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അതിനാവശ്യമായ പരിചരണവും പരിഗണനയും ഭക്ഷണവും ഒക്കെ നിങ്ങൾ കൊടുക്കണം. ഈ ഒട്ടകം എന്നോട് പരാതിപ്പെട്ടിരിക്കുന്നു എന്ന്. അങ്ങനെ ഒരു കഥ തന്നെ ഉണ്ട്. ഒട്ടകം അങ്ങനെ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒട്ടകത്തിൻ്റെ ചിത്രം കൊടുത്തിട്ട് ഒട്ടകം അള്ളാഹുവിൻ്റെ റസൂലിനോട് സങ്കടം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. സങ്കടം പറയാലോ, സങ്കടം പറയാനത് മനസ്സിലാക്കാലോ. അപ്പോൾ നോക്കൂ നിങ്ങൾ, അവിടെ ഒരു മെലിഞ്ഞൊട്ടിയത് ഒരു ഒട്ടകത്തിന് മാത്രമല്ല, ലോകത്തുള്ള സകലമായ ജന്തുക്കൾക്കും ജീവികൾക്കും വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം കേരളത്തിൽ അത്രയും കാണുന്നില്ല. നമ്മൾ കുറച്ചങ്ങോട്ട് വടക്കോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ തെരുവുകളിൽ മുഴുവൻ ഇതുപോലെ കാണുന്ന ജീവികളുണ്ട്, ജന്തുജീവജാലങ്ങളുണ്ട്. അത് പശുക്കൾ, കാളകളും പശുക്കളും ഒക്കെ ആയിട്ട്. എന്താണെന്നറിയോ,
വേറൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ, അറക്കാനും തിന്നാനൊന്നും പാടില്ല. അപ്പം എന്ത് ചെയ്യുന്നു, കറവയില്ല, ഉപകാരമില്ല. അപ്പം ഈറ്റങ്ങളെ വിട്ടിരിക്കുക ഭക്ഷണം. എന്നിട്ട് ഇങ്ങനെ എല്ലും തോലുമായിട്ട് തെരുവുകളിൽ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് തെരുവുകൾ വീണ് കിടക്കുന്ന, അല്ലെങ്കിൽ ഇത് സംരക്ഷിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഈ കേരളത്തിൽ തന്നെ ചില ഭാഗത്തൂടെയൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നുമല്ല, കേരളത്തിൽ ചില ഭാഗത്തൂടെയൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം കാലികളെ പരിചരിക്കാനുള്ള ഇടങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചില സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ അടുത്ത് കൂടെ നമ്മൾ പോകുമ്പോൾ അവിടെയൊക്കെ നിൽക്കുന്ന കിടക്കുന്ന വീണ് കിടക്കുന്ന ജന്തുക്കളെ നമുക്ക് കാണാൻ പറ്റും. അത് ഭയങ്കര പരിചരണം തന്നെയാണ്. ആ പരിചരണം കേട്ടോ, എല്ലും തോലുമായിട്ട് കിടക്കുന്ന എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത ജന്തുക്കളോട് കാരുണ്യം കാണിക്കാനാണ് പറഞ്ഞത്, ജീവികളോട് കാരുണ്യം കാണിക്കാനാണ് പറഞ്ഞത്. അത് കുഞ്ഞുറുമ്പാണെങ്കിൽ പോലും നിങ്ങളുടെ കാരുണ്യം അവർക്ക് ഉണ്ടാകണം എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇങ്ങനെ നബിയും സ്വഹാബികളും ഇങ്ങനെ ഒരു യാത്ര പോയൊരിടത്ത് തമ്പടിച്ചപ്പോൾ ഒരു രാത്രിയിൽ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ തീക്കായാൻ വേണ്ടി ഇങ്ങനെ തണുപ്പ് കാലത്ത് ഇങ്ങനെ തീയിട്ട് കത്തിക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നോക്കുമ്പോൾ അതിൻ്റെ അടുത്ത് ഒരു ഉറുമ്പിൻ്റെ മാളവും അതിൻ്റെ കൂടും കണ്ടു. ആരാണ് ഈ ഉറുമ്പിൻ്റെ മാളത്തിൻ്റെ അടുത്ത് തീ കത്തിച്ചത് എന്ന് ചോദിച്ച്, അണച്ചു കളയൂ എന്ന് പറഞ്ഞു. അതിനണച്ചു കളയാനാണ്, തീ അണച്ചു കളയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞുറുമ്പുകളോടുള്ള കാരുണ്യമാണ്. ആ ഉറുമ്പുകൾ കത്തിപ്പോയാൽ എന്താ അല്ലേ, നമ്മൾ ഇന്ത്യക്ക് അങ്ങനെയല്ലേ, കുഞ്ഞുറുമ്പുകളോട് പോലും കാരുണ്യം കാണിക്കണം. ആ തീ അണച്ചു കളയൂ, ആ ഉറുമ്പുകൾക്കത് പ്രയാസമാവും, അവരോട് കാരുണ്യം കാണിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ വേറെ ഉണ്ടല്ലേ കുറേ സംഭവം. ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അങ്ങനെ ഇരിക്കുമ്പോൾ നബിൻ്റെ അടുത്ത് ഒരാൾ ഇങ്ങനെ ഒരു ഇതിൽ ഇങ്ങനെ തുണിയിൽ പൊതിഞ്ഞിട്ട് ഒരു സാധനം കൊണ്ടുവച്ചു. തുറന്നു നോക്കുമ്പോൾ ചെറിയ പക്ഷി കുഞ്ഞുങ്ങളാണ്. ഒരു കൗതുകത്തിന് വേണ്ടി ആൾ പിടിച്ചു കൊടുന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ വെച്ചാൽ അതിങ്ങനെ തുറന്ന് വെച്ചപ്പോൾ ഉടനെ തന്നെ ഒരു തള്ളപ്പക്ഷി അതിൻ്റെ അടുത്ത് വന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ വന്നിട്ട് അതിൻ്റെ മുന്നിലും കണ്ട് ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഈ കുഞ്ഞുങ്ങളെ, ഈ പക്ഷിക്കുഞ്ഞുങ്ങളെ അതിൻ്റെ ഉമ്മാക്ക് തിരിച്ചു കൊടുക്കുന്നു, അതിൻ്റെ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കുന്നു. ആ ഒരു അമ്മയ്ക്ക്, ഒരു തള്ളപ്പക്ഷിക്ക് അതിൻ്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം നമ്മൾ പലതും കണ്ടിട്ടില്ലേ, ഉണ്ടാകും. അത് കരുണയാണ്, കാരുണ്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക. അതാണ് ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും ലോകത്തുള്ള ജന്തുക്കൾക്കും ജീവജാലങ്ങൾക്കുമൊക്കെ കാരുണ്യമായിട്ടാണ് പ്രവാചകരെ താങ്കൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളതെന്നുമാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മേനി. പിന്നെ നമുക്ക് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ, ഒരാൾ പാപിയായ മനുഷ്യൻ, പല തെറ്റുകളും ചെയ്യുന്ന മനുഷ്യൻ, അയാൾ നടന്നു പോകുന്ന ഒരു വഴി, അപ്പോൾ അയാൾക്ക് ദാഹം തോന്നി, വെള്ളമില്ല. അപ്പം അങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ചെറിയ കിണർ കണ്ടു, അതിൽ ഇറങ്ങിയിട്ട് വെള്ളം കുടിച്ച് കയറി വന്നു നോക്കുമ്പോഴത്തേ ദാഹിച്ച് വലഞ്ഞൊരു നായ ആ കിണറ്റിലേക്ക് നോക്കി അതിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നു. അതിന് ദാഹമുണ്ട്, പക്ഷെ ഇറങ്ങി കുടിച്ച് കയറാൻ പറ്റില്ല. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, കിണറ്റിലേക്ക് ഇറങ്ങി തൻ്റെ ഷൂ അഴിച്ചിട്ട് അതിൽ വെള്ളം നിറച്ച് കടിച്ചു പിടിച്ചിട്ട് കയറിയിട്ട് ആ നായക്ക് കുടിക്കാൻ കൊടുത്തു. വളരെ പാവങ്ങൾ ചെയ്തിരുന്ന, വളരെ വലിയ തെറ്റുകൾ ചെയ്തിരുന്ന, നരകത്തിൽ പോകുമായിരുന്ന മനുഷ്യൻ ഈ ഒരു കാരണം കൊണ്ട്, ഒരു തെരുവ് പട്ടിക്ക് വെള്ളം കൊടുത്തു എന്നതുകൊണ്ട് അയാൾ സ്വർഗത്തിൽ പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ എന്ന് പറഞ്ഞത്. വേറൊന്നും കൂടെ പറഞ്ഞില്ലേ, അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു മതഭക്തയായ സ്ത്രീ ഉണ്ടായിരുന്നു, മുത്തഖി, തഖ്വയുള്ള സ്ത്രീ. അവർ നമസ്കാര, ആരാധന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ അവർ ഒരു അബദ്ധമല്ല അവർ ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ ശല്യം ഉണ്ടാക്കിയ ഒരു പൂച്ചയെ കെട്ടിയിട്ട് 3 ദിവസം അതിന് കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ ആ പൂച്ചയെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ ആ സ്ത്രീ നരകത്തിൽ പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പൂച്ചയ്ക്കും പട്ടിക്കും ഉറുമ്പിനും കുഞ്ഞിക്കിളിക്കും ഒട്ടകത്തിനും ജന്തുജീവജാലങ്ങൾക്കും മനുഷ്യർക്കും ലോകത്തിന് മുഴുവനും കാരുണ്യത്തെക്കുറിച്ച് സംസാരിച്ച, റഹ്മത്തിനെ കുറിച്ച് സംസാരിച്ച, റഹ്മാൻ റഹീമുമായ നാഥൻ്റെ സവിശേഷതകളെക്കുറിച്ച് സംസാരിച്ച പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വലിയ മദ്ഹാണ് പ്രവാചകൻ്റെ മദ്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങോട്ട് എടുക്കാൻ, കാരുണ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അല്ലാഹു തആല തന്ന നിഅമത്തിൽ നിന്ന് ആ നിഅമത്ത് ആവശ്യമായിടത്തേക്ക് ആവശ്യമായ രൂപത്തിൽ കൊടുക്കുന്ന അലിവിൻ്റെ കനിവിൻ്റെ ഒരു മനസ്സ് കാത്തു സൂക്ഷിക്കാനുള്ള ഒരു പ്രേരണ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതത്തെ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് പാഠമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد
അയ്യുഹൽ മുഅ്മിനൂൻ ഉസീകും ഇബാദല്ലാഹി വഇയ്യായ സാനിയൻ ബിതഖ്വല്ലാഹ്. അള്ളാഹു സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണേ തമ്പുരാനെ. ദീർഘായുസ്സും ആരോഗ്യവും നൽകണേ നാഥ. നീ നൽകിയ ആയുസ് മുഴുവനും നിൻ്റെ മാർഗത്തിൽ ജീവിക്കുവാൻ, സൽപ്രവർത്തനങ്ങളാൽ സൽക്കർമ്മങ്ങളാൽ നിറഞ്ഞ ജീവിതം നയിക്കാൻ, അവസാനം സൽക്കർമ്മനിരതരായി നെറ്റിത്തടം വിയർത്തുകൊണ്ട് തന്നെ ഈ ലോകത്തോട് വിട പറയാനും നിന്നെ കണ്ടുമുട്ടാനും ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് നാഥ, ശിഫ നൽകണേ തമ്പുരാനെ. ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന 4-5 വയസ്സുള്ളൊരു കുട്ടി വെന്റിലേറ്ററിലാണ്, കുറച്ച് പ്രയാസമാണെന്ന് പറഞ്ഞൊരു സഹോദരൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അള്ളാഹു തആല പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ പ്രയാസപ്പെടുന്ന പലരുമുണ്ട് നാഥ, ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. വേദനയ്ക്ക് ആശ്വാസം നൽകണേ തമ്പുരാനെ. ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാൻ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ മക്കൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, നേതാക്കൾ, പണ്ഡിതർ, അങ്ങനെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരൊക്കെ പലരും നിന്നിലേക്ക് മടങ്ങി നാഥ. അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ തമ്പുരാനെ. അവരുടെ ഖബറുകളെ വിശാലമാക്കി കൊടുക്കണേ നാഥ. ഖബറിലേക്ക് സ്വർഗത്തിൻ്റെ ഒരു കവാടം തുറന്നു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രവാചകന്മാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ നിൻ്റെ സുഖലോക സ്വർഗത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. പടച്ചവനെ, ലോകത്തുടനീളം കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. പടച്ചറബ്ബേ, ഫലസ്തീനിൽ, ഗസയിൽ പ്രത്യേകിച്ചും അവിടെ അക്രമികളുടെ അക്രമം, അവരുടെ അഴിഞ്ഞാട്ടം അതിരുവിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയാണ് നാഥ. എല്ലാറ്റിനും നീ സാക്ഷിയാണ് തമ്പുരാനെ. പിടികൂടണേ റബ്ബേ. അക്രമികളുടെ അക്രമങ്ങൾ അവസാനിപ്പിക്കണേ തമ്പുരാനെ. അക്രമികളെ പാഠം പഠിപ്പിക്കണേ തമ്പുരാനെ. സത്യവിശ്വാസികൾക്കും വിശ്വാസത്തിനും വിജയം നൽകണേ തമ്പുരാനെ. സത്യനിഷേധത്തെ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. അള്ളാഹുവേ, ഈമാനോടുകൂടി മരിച്ച് നിൻ്റെ സ്വർഗത്തിൽ നിന്നെ കണ്ടുമുട്ടാനും നിൻ്റെ പ്രവാചകനോടൊപ്പം ഇരിക്കാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് ത്വയ്യിബ് സറാഹും വജഅലിൽ ജന്നത മഅവാന വമഅവാഹും اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين.